കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി. എം.കെ. രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ TV9 ഭാരത് വർഷ ചാനൽ പുറത്തുവിട്ടതിനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ അഭിനന്ദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും മഹാരാഷ്ട്രയിൽ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ BJP MP-യെയും മത്സരിക്കാൻ അനുവദിക്കരുതെന്നും പൃഥ്വിരാജ് ചവാൻ ആവശ്യപ്പെട്ടു. सच को उजागर किया जो सब लोग जानते क्या हो रहा है। देखिए, साफ तौर से भारत के चुनाव आयोग ने जो एक सीमा रेखा बना के रखी है उसका उल्लंघन हुआ है। अब ये जिम्मेदारी है चुनाव आयोग की कि वो पूरी तरह से निष्पक्ष रूप से इस पूरी बात की जांच करें और अगर ये उम्मीदवार जो भाजपा के हैं वो दोषी पाए गए तो उनकी उम्मीदवारी निरस्त की जाए, उनको चुनाव न लड़ने दिया जाए. സന്തോഷ് സർലിംഗ് ചേരുന്നു വിശദാംശങ്ങളുമായി. സന്തോഷ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? അദ്ദേഹം ഉന്നയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ കൂടിയാണ്? സർലിംഗ്. ആനന്ദ്, കോൺഗ്രസിന്റെ 3 MP-മാരടക്കം 18 MP-മാരാണ് TV9 ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയത്. ഈ കോൺഗ്രസ് MP-മാരെ അടക്കമുള്ളവരുടെ നിലപാടുകളെ വിയോജിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കാരണം M.K. രാഘവൻ അടക്കമുള്ള ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയ കോൺഗ്രസ് MP-മാരെല്ലാം സ്റ്റിംഗ് ഓപ്പറേഷന്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും മുതിർന്ന നേതാവായ പൃഥ്വിരാജ് ഇത് ചെയ്ത TV9 ചാനലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. ആ ദൃശ്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നതുമാണ് നാം കേട്ടത്. മഹാരാഷ്ട്രയിലെ വർദ്ധയിൽ ഉൾപ്പെടുന്ന ഒരു BJP MP-യും ഇത്തരത്തിൽ താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നതിൽ കൂടുതൽ തുക വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഈ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ സംഭവം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പൃഥ്വിരാജ്. അതായത് ഇത്തരം MP-മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി അയോഗ്യരാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ BJP MP പറയുന്നത് കഴിഞ്ഞ 2014 തനിക്ക് 10 കോടി രൂപ ചെലവായി. ഇപ്രാവശ്യം 25 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി വേണ്ടത്. ഇക്കാര്യത്തിനായി കള്ളപ്പണമടക്കം താൻ ഉപയോഗിക്കാറുണ്ട്. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതി എങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത്. M.K. രാഘവനും സമാനമായ രീതിയിലാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പ്രതികരിച്ചത്. 20 കോടി രൂപയാണ് തനിക്ക് തെരഞ്ഞെടുപ്പിൽ ചെലവെന്നാണ് പറഞ്ഞത്. അതിനാണ് 5 കോടി രൂപ അദ്ദേഹം ബാർഗെയിൻ ചെയ്ത് ഈ വരുന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതാണ് സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നത്. പൃഥ്വിരാജ് പറയുന്നത് ഇക്കാര്യത്തിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പോഴാണ് പുറത്തു വന്നത്. വാർത്ത അഭിനന്ദനാർഹമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി നടപടി എടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം തന്നെ വേണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്നതിന് ശേഷം കഴിയുന്നതും പ്രതികരിക്കാതെ മാറി നിൽക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി രംഗത്തെത്തിയതോടുകൂടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് മൗനം വെടിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. പ്രതിരോധിച്ച് നിൽക്കാതെ മറ്റു വഴികളില്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ആരോപണ വിധേയരായ MP-മാരോട് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രശ്നങ്ങൾ വിശദീകരിച്ച് ഈ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ M.K. രാഘവൻ അടക്കമുള്ളവരൊക്കെ ചാനലുകൾക്ക് മുമ്പിൽ ഇന്ന് കേരളത്തിൽ വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ അതൊക്കെ നിഷ്ഫലമായി പോവുകയാണ്. കോൺഗ്രസിന്റെ തന്നെ മറ്റു നേതാക്കൾ ഇതിലെ യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലൂടെ ഈ ചാനലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയല്ലോ. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ പുറത്തു വന്ന സംഭവങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഇക്കാര്യത്തിലൊക്കെ MP-മാരുടെ അഴിമതി നടന്നു എന്ന് അംഗീകരിക്കുന്നവരും ഉണ്ട്. സന്തോഷ് സർലിംഗ്, തുടരുക. നമുക്ക് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകിയ പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അതിനുശേഷം സന്തോഷ് സർലിംഗിലേക്ക് എത്താം. मैं बधाई देना चाहता हूं TV9 को कि उन्होंने एक बहुत बड़ी सच को उजागर किया जो सब लोग जानते क्या हो रहा है. देखिए, साफ तौर से भारत के चुनाव आयोग ने जो एक सीमा रेखा बना के रखी है उसका उल्लंघन हुआ है. अब ये जिम्मेदारी है चुनाव आयोग की कि वो पूरी तरह से निष्पक्ष रूप से इस पूरी बात की जांच करें और अगर ये उम्मीदवार जो भाजपा के हैं वो दोषी पाए गए तो उनकी उम्मीदवारी निरस्त की जाए, उनको चुनाव न लड़ने दिया जाए. സന്തോഷ് സർലിംഗ് തുടരുന്നുണ്ട്. സന്തോഷ്, മഹാരാഷ്ട്രയിലെ BJP MP അടക്കമുള്ളവർ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ സംസ്ഥാനത്തെ കൂടി രാഷ്ട്രീയ പശ്ചാത്തലം
ഉപയോഗിക്കുക എന്നതാണ്. പക്ഷെ അതിന്റെ എല്ലാ മാനങ്ങളും കടന്ന് അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മാറുകയാണ്. ഈ സംഭവങ്ങൾ എന്തായാലും സാധാരണക്കാർക്കെല്ലാം അറിയാമല്ലോ എന്നൊക്കെ പ്രതികരിക്കുമ്പോൾ ഇതിന്റെ സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ സ്ഥിരീകരണം ഒരു കോൺഗ്രസിന്റെ ഉന്നത നേതാവ് തന്നെ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഈ വാർത്ത നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത. ആനന്ദ്, പൃഥ്വിരാജ് ചൗഹാനെ പോലുള്ള നേതാവിന് രാജ്യത്തെ മൊത്തം കോൺഗ്രസിന്റെ താല്പര്യങ്ങൾ കൃത്യമായി അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ നയിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ പുറത്തു വരുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന 3 കോൺഗ്രസ് എംപിമാരെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഉൾപ്പെട്ട BJP എംപിയെ കുറിച്ച് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ഇതിൽ ഉൾപ്പെട്ട കോൺഗ്രസ് എംപിമാരെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഈ ബൈറ്റിൽ തന്നെ കാണിച്ചത് ശ്രദ്ധിക്കുക. സംശുദ്ധമായ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. അപ്പൊ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അവസാനം പൃഥ്വിരാജ് പറയുന്നുണ്ട്, ഈ നടപടി എടുക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ഇത്തരം എംപിമാരെ അയോഗ്യരാക്കണം എന്നു തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ ഒരു സമയത്ത് കുടുങ്ങിയതിലൂടെ അവരുടെ മൊത്തം ഇമേജിനെ തന്നെ ഇത്തരം എംപിമാർ നശിപ്പിച്ചു എന്നൊരു ചിന്ത കോൺഗ്രസിനുള്ളിൽ സജീവമായുണ്ട്. MK രാഘവനെ പോലുള്ളവർ ഇക്കാര്യത്തിൽ നേരത്തെ നടത്തിയ അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് മാത്രമല്ല, ദേശീയ MP ആയതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിരോധിക്കുക എളുപ്പമാകില്ല എന്ന് കോൺഗ്രസ് മനസ്സിലായി. അതുകൊണ്ടാണ് അവരെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പൃഥ്വിരാജ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ മാറ്റം കൂടിയാണ്. കാരണം ഇതുവരെ അവർ പ്രതിരോധിച്ച് നിൽക്കാനാണ്, അല്ലെങ്കിൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷനെ ആധികാരിക ചോദ്യം ചെയ്ത് നിൽക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ ആകട്ടെ കോൺഗ്രസ് ഇതിൽ ഉൾപ്പെട്ട കോൺഗ്രസ് എംപിമാർ കുറ്റക്കാരാണ് എന്ന് പരോക്ഷമായി സമ്മതിച്ചുകൊണ്ട് അവരെ തള്ളി പറയാനാണ് ഈ പൃഥ്വിരാജിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് പ്രത്യേകമായി എടുത്തു പറയണം. കാരണം രാഷ്ട്രീയമായി അതിന് വളരെ പ്രാധാന്യമുണ്ട്, അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. സന്തോഷ് സർലിംഗ്, കനത്ത തിരിച്ചടിയാണ് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ എങ്ങനെ ഇതിനെ മറികടക്കാനാവും? കോൺഗ്രസിന്റെ നേതൃത്വം സന്തോഷ് സർലിംഗ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു ചിരപരിചിതനായ അല്ലെങ്കിൽ അനുഭവ സമ്പന്നനായ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ സ്ഥിരീകരണത്തെ മറികടക്കാൻ കോൺഗ്രസ് അടിയന്തരമായി ശ്രമിച്ചേ മതിയാവൂ. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. MK രാഘവൻ കോഴ വാങ്ങിയെന്നും സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ മാധ്യമപ്രവർത്തനത്തിനെ അഭിനന്ദിക്കുന്നതുമായുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ മറികടക്കാൻ ഉടനടി കോൺഗ്രസിന് ഇടപെട്ടേ മതിയാവൂ. അത്തരം സാധ്യതകൾ എന്താണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് സന്തോഷ്? ആനന്ദ്, ഇതിന്റെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കാം. കാരണം രാഹുൽ ഗാന്ധി ഇത് ആദ്യമായി തന്റെ രണ്ടാമത്തെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അത് മത്സരിക്കുന്നത് കേരളത്തിൽ. അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP, അതും വയനാടുമായി അടുത്തു കിടക്കുന്ന മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് MP തന്നെ താൻ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിൽ കൂടുതൽ തുക വിനിയോഗിക്കാറുണ്ട് എന്നും എത്തിയിരിക്കുന്നവരുമായി 5 കോടി രൂപ വിലപേശി ഉറപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിന് ശേഷം ഓരോ കോൺഗ്രസ് എംപിമാരുടെയും ഓരോ നീക്കങ്ങളും ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MK രാഘവൻ കാണിച്ച ഇത്തരം ഒരു നീക്കം, ഇത്തരം ഒരു പുറത്തു വന്നിരിക്കുന്ന ഈ അഴിമതി ദേശീയ തലത്തിൽ മറുപടി പറയേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അത് കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതാണ് അവരെ പ്രതിരോധത്തിലാക്കിയത്. അത് ആദ്യം ഘട്ടത്തിൽ ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നേതാക്കൾക്കിടയിലുണ്ടായി. ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തോട് പ്രതികരിക്കാതെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു പല നേതാക്കളും ശ്രമിച്ചത്. പല കോൺഗ്രസ് മുതിർന്ന നേതാക്കളെയും ഈ TV9 തന്റെ ചാനലിന്റെ റിപ്പോർട്ടർമാരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് പലരും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന്. ചിലരൊക്കെ ചില എംപിമാരാകട്ടെ, ഇതിൽ ഉൾപ്പെട്ട എംപിമാരാകട്ടെ ഇതിന്റെ ആധികാരികതയാണ് ചോദ്യം ചെയ്യുക. അതിനുശേഷവും പക്ഷേ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വിവിധ ചാനലുകളിലടക്കം വലിയ ചർച്ചാ വിഷയമായതോടുകൂടിയാണ് അതാത് എംപിമാർ, അതായത് ഇതിൽ ഉൾപ്പെട്ട അതാത് എംപിമാരോട് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രശ്നത്തിന് തലയുരാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് MK രാഘവൻ അടക്കമുള്ളവർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. പക്ഷേ അതിലൊന്നും കാര്യങ്ങൾ നിന്നില്ല. പിന്നെയും പ്രശ്നങ്ങൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരം എംപിമാരെ സംരക്ഷിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടി നൽകും. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പൃഥ്വിരാജിനെ പോലുള്ളവർ എന്തായാലും പൊട്ടിത്തെറിയിലേക്ക് കൂടി
പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തന്നെ വിലങ്ങുതടിയാകുന്ന എംപിമാരെ അയോഗ്യരാക്കണം എന്ന കടുത്ത ആവശ്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. വ്യക്തമാണ്. സന്തോഷ് ദയവായി തുടരും. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി നൽകേണ്ടതുണ്ട്. ഏതായാലും MK രാഘവന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ പൃഥ്വിരാജ് ചൗഹാൻ TV9 നടത്തിയ ഭാരത് വിഷൻ TV നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനെ അഭിനന്ദിച്ചിരിക്കുന്നു. സാധാരണക്കാരന് അറിയാം ഇത്തരം കാട്ടുകൊള്ളകൾ. അതിനെതിരെ കൃത്യമായും നിഷ്പക്ഷമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസിന്റെ തന്നെ രാജ്യത്തെ മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം മോദിക്കെതിരെ വിമർശനവുമായി LK അദ്വാനി രംഗത്ത് വന്നു. വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവരെ ശത്രുക്കളായി BJP കാണരുതെന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമെന്നും അദ്വാനി ഓർമ്മപ്പെടുത്തി. വൈവിധ്യം ജനാധിപത്യത്തിലെ അടിസ്ഥാന ഘടകമാണെന്നും അദ്വാനി പറഞ്ഞു. സന്തോഷ് സർലിംഗ് തന്നെ ദില്ലിയിൽ നിന്ന് ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. സന്തോഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ? ആനന്ദ്, BJPയിൽ വലിയൊരു നിർണായകമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ LK അദ്വാനിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. LK അദ്വാനി തന്റെ ബ്ലോഗിലാണ്, ഇന്ന് അല്പസമയം മുമ്പ് എഴുതിയ ബ്ലോഗിലാണ് BJPയുടെ ഇപ്പോഴത്തെ പോക്കിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം. ഏപ്രിൽ 6-ാം തീയതി BJPയുടെ സ്ഥാപക ദിനമാണ് എന്ന് അദ്ദേഹം തന്റെ ബ്ലോഗിന്റെ കുറിപ്പിൽ ആമുഖമായി പറയുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു സ്ഥാപക നേതാവായ താൻ ഇപ്പോഴത്തെ പാർട്ടിയുടെ പോക്കിനെ കുറിച്ചും ഇനി പഴയ കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ അനുഭവങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് വരുന്ന പ്രവർത്തകർക്ക് തന്റെ വിശകലനം, തന്റെ വിലയിരുത്തൽ എന്താണ് എന്ന് അറിയിക്കണം എന്നാണ് ആമുഖമായി, ആ ബ്ലോഗിന്റെ ആമുഖമായി LK അദ്വാനി പറയുന്നത്. പിന്നീട് അദ്ദേഹം നടത്തുന്ന രൂക്ഷമായ വിമർശനമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ യുഗത്തിനെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സത്യം, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, ജനാധിപത്യം എന്നിവയിൽ ഊന്നിക്കൊണ്ടാണ് BJP സ്ഥാപിച്ചത്. BJP ഇന്ത്യൻ ജനാധിപത്യത്തെയാണ് അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ട മൂല്യങ്ങളൊന്നായി ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഓരോ നയങ്ങളെയാണ് എടുത്തു പറയുന്നതും അങ്ങനെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ആശയം പ്രകടിപ്പിക്കാനുള്ള കഴിവിനെയും അംഗീകരിക്കാനുള്ള അതിനെ അംഗീകരിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ബാധ്യത ഓരോ പ്രവർത്തകനുമുണ്ട്. എന്നാൽ ഇപ്പോഴാകട്ടെ രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ പോലും ദേശദ്രോഹികളായി കാണുകയാണ്. അത്തരം ഒരു കാഴ്ചപ്പാട് പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, മോദിയുടെ വ്യക്തിപ്രഭാവത്തിന് കൊടുക്കുന്ന പ്രാമുഖ്യം, അതിനെയും LK അദ്വാനി വിമർശിക്കുന്നു. രാജ്യമാദ്യം, പിന്നെ പാർട്ടി, അതിനുശേഷം വ്യക്തി എന്നതാണ് BJPയുടെ നിലപാട്, BJPയുടെ ആശയ അടിത്തറ. പക്ഷെ അതുപോലും മാറ്റം വന്നിരിക്കുന്നു എന്നാണ് LK അദ്വാനി തന്റെ ബ്ലോഗിലൂടെ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും കാലങ്ങൾക്ക് ശേഷം LK അദ്വാനി തന്റെ മൗനം വെടിഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധേയം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലത്ത് തന്നെ ഇത്തരം ഒരു രാഷ്ട്രീയം ഉയർത്തുന്ന വിമർശനം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉയർത്തുന്ന ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ LK അദ്വാനിക്ക് അറിയാം. എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോഴത്തെ BJPയുടെ പോക്കിനെ കുറിച്ച് ബ്ലോഗിലൂടെ ഇത്തരമൊരു കടുത്ത വിമർശനം നടത്തിയത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ എന്തായാലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇത് പ്രതികരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. LK അദ്വാനിക്ക് നേരത്തെ അഹമ്മദാബാദ് അടക്കം സീറ്റ് നിഷേധിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അത് തന്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്. 91 മുതൽ തന്റെ വിജയിപ്പിച്ച ഗാന്ധിനഗറിൽ, ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ വോട്ടർമാർക്ക് നന്ദി എന്ന് അദ്ദേഹം തന്റെ ബ്ലോഗിൽ പറയുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ അസംതൃപ്തനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ബ്ലോഗിലെ ഓരോ വരികളും. സന്തോഷ് സർലിംഗ് ആണ് LK അദ്വാനിയുടെ ബ്ലോഗിന്റെ വാക്കുകളിലെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് സന്തോഷ് സൂചിപ്പിച്ചതുപോലെ LK അദ്വാനിയുടെ ഇത്തരം പ്രതികരണങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഇത് തുറന്നു പറയുന്നത് തീർച്ചയായും BJP അണികൾക്കിടയിൽ തന്നെ കനത്ത തിരിച്ചടി ഉണ്ടാക്കും. രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമെന്നും മോദിയെ ഓർമ്മപ്പെടുത്തുകയാണ് LK അദ്വാനി. എതിരഭിപ്രായം പറയുന്നവർ കൊല ചെയ്യപ്പെടുന്നതടക്കമുള്ള സാഹചര്യങ്ങളെ അദ്ദേഹം ഒളിയമ്പിലൂടെ മോദിക്ക് മുന്നിൽ ഈ ബ്ലോഗ് എഴുത്തിൽ വയ്ക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകിയത്. വിദഗ്ധരുടെ അഭിപ്രായം തേടിയല്ല അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്നതാണ് റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനം നേരിട്ട ഈ ദുരന്തത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ
പലതും നേരത്തെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും വ്യക്തത വരുത്തിയതുമാണ്. വ്യക്തത വരുത്തുന്നതിന് മുൻപ് ചിലർ ഉന്നയിച്ച അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉപകരിക്കുന്ന നിലയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയരുന്നു. കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് സംശയത്തിനിടയാക്കുന്നത്. സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമാണ് ഈ രംഗത്ത് യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത അഭിഭാഷകന്റെ റിപ്പോർട്ട്. കേരള ജനത ഒരേ മനസ്സോടെ അതിജീവിച്ച മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ജേക്കബ് അലക്സിന് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമാണ് സംശയത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ്. ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഭാഷകൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധനോ കാലാവസ്ഥ വിദഗ്ധനോ അല്ല. ഈ വിഷയത്തിൽ ഇദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പകർപ്പും നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തൊട്ടുപിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കി വിഷയം മാറ്റുകയും ചെയ്തു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചർച്ചാ വിഷയമാകുമ്പോൾ പ്രളയത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി ഉണ്ടായ അതിവർഷമാണ് പ്രളയ കാരണമെന്ന് ഡേറ്റകളുടെയും വസ്തുതകളുടെയും സഹായത്തോടെയാണ് കമ്മീഷൻ വിശദീകരിച്ചത്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിചിത്രവാദത്തെ നിശിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഡാമുകൾ നേരത്തെ തുറക്കാതിരുന്നതാണ് പ്രളയ കാരണമെന്ന വാദത്തെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയും പഠനം നടത്തിയിരുന്നു. IIT മദ്രാസും പർഡ്യൂ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വരെ പ്രളയം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഒരേ സമയം മാധ്യമങ്ങൾക്ക് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.